ടാറ്റ പോലെ കേരളത്തിൽ നിന്ന് ഒരു കമ്പനി ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇത് എല്ലാവരും ഈ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഇപ്പം നമുക്ക് ഒത്തിരി പരാതികളുണ്ടാവാം. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ഇന്ത്യയിലെ നമ്മൾ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ വീഡിയോകൾ എന്നാ കാണാൻ തുടങ്ങിയത്? റിലയൻസിന്റെ ജിയോ രംഗപ്രവേശം ചെയ്തതിനു ശേഷം മാത്രമല്ലേ? അത് ഇന്ത്യയിൽ ഇത്രയും വിപ്ലവം ഉണ്ടാക്കി, ഇത്രയേറെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധ്യത തുറന്നു കൊടുക്കുകയും ചെയ്തതിനെ നമ്മളെപ്പോഴും നന്ദിയോടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, റിലയൻസ് ഇപ്പോഴും നമുക്ക് ദ്രോഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുമ്പോൾ റിലയൻസിനെ കുറ്റം പറയും. അപ്പം റിലയൻസ് ആരംഭിച്ച ആള് അയാൾ എന്നേക്കാൾ മോശം പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. ധീരുഭായ് അംബാനി. ഞാൻ അതിനേക്കാൾ സമ്പന്നനായിട്ട്, മീൻസ് ഒരു അധ്യാപകരായ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പം അത്യാവശ്യം വരുമാനമുണ്ട്, വീട്ടിൽ അത്യാവശ്യം പറമ്പുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നെല്ല് കിട്ടാനുള്ള പാടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാലാ പ്രദേശത്തെ ഒരു അത്യാവശ്യം ഭേദപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നമൊന്നും അല്ലെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റുമായിരുന്നു, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ധീരുഭായ് അംബാനി ഒരു പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിട്ടാണ് ജീവിതം തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാമെങ്കിൽ അങ്ങേരുടെ കാരണന്മാരുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണോ അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയത്? ഒന്നുമല്ല, സ്വയം അധ്വാനം, ഇമാജിനേഷൻ, ബുദ്ധി, ഇമാജിനേഷൻ, കഠിനാധ്വാനം, ഭാവന. നമ്മൾ വിജയിച്ച ആളുകളെ അസൂയോടെ കാണുന്ന നിർത്തുക. മലയാളികൾ വിജയിച്ചവരെല്ലാം ശത്രുക്കളാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കാതിരിക്കുക, അവരെല്ലാം മാഫിയാണെന്ന് പറയാതിരിക്കുക. അവരൊക്കെ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു, നമ്മൾ വിശ്രമിച്ചപ്പോൾ അവർ അത്യധ്വാനം ചെയ്യുകയായിരുന്നു, നമ്മൾ മാനസിക ഉല്ലാസം നേടിയപ്പോൾ അവർ മാനസിക സംഘർഷം അനുഭവിക്കുകയായിരുന്നു. ആ അത്യധ്വാനം ഇല്ലാതെ ഒരു മനുഷ്യനും വിജയിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ചിലർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവാം, ആ ലോട്ടറി അടിച്ചവനൊന്നും 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ? അവന് ധീരുഭായ് അംബാനിയുടെ ഇമാജിനേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലോട്ടറി അടിച്ചേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പേ ലോട്ടറി അടിച്ചതിനേക്കാൾ സമ്പന്നനായനെ. അപ്പോൾ ഈ വീക്ഷണം മലയാളി മാറ്റാതെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച്, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവുന്നതിന് പകരം മറ്റുള്ളവൻ സമ്പത്തുണ്ടാക്കിയത് വളഞ്ഞ വഴിയിലൂടെയല്ലേ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ചൂഷണം ചെയ്യല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരുടെ സേവനം നമ്മൾ കാശ് കൊടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യാന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? വേണ്ടെങ്കിൽ നമ്മൾ മേടിക്കാതിരുന്നാ പോരെ? ജിയോ നമ്മൾ വാങ്ങാതിരുന്നാ പോരെ? അംബാനി പൊട്ടൂലോ? പറ്റിയല്ല, ജിയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. അപ്പം ജിയോ നമ്മൾ എന്തുകൊണ്ട് മേടിക്കുന്നു? നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട്. ആവശ്യമുള്ളത് മേടിച്ചിട്ട് തന്നവനെ നമ്മൾ കുറ്റം പറയുന്ന ശീലം നിർത്തിയാൽ കേരളം നന്നാവും. കേരളത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തവരൊക്കെ വേടിയതാണ്. ജനത്തിന്റെ പ്രാക്ക് എന്തിനു കേൾക്കണം? ജനം തന്നെ നമ്മളുടെ ശത്രുവായിട്ട് നമ്മളെ കാണുന്നത്. അസൂയ, ആ മനോഭാവം ഒന്ന് മാറുക. അപ്പം ഈ സംരംഭക മനോഭാവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വളരുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. കേരളത്തിൽ തന്നെ ചില കമ്മ്യൂണിറ്റികൾ സാമ്പത്തികമായി വളരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവരെ ഇപ്പം മറ്റു സമൂഹം അസൂയോടെ നോക്കുന്നുണ്ടെങ്കിലും അവർ വളരുന്നതിൻ്റെ കാരണം എന്താ? അവർ പരസ്പരം സഹായിക്കുന്നുണ്ട് പലപ്പോഴും, ഇല്ലേ? സംരംഭങ്ങൾ വളർത്തുമ്പോൾ, പുതിയ ആശയങ്ങൾ വയ്ക്കുമ്പോൾ അവർ അസൂയോടെ അല്ല പരസ്പരം കാണുന്നത്, അവർ പരസ്പരം സഹായിക്കുന്നു. മറ്റു സമുദായങ്ങളും അങ്ങനെ തന്നെ തുടങ്ങിയാൽ